നിലമ്പൂർ ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നിലമ്പൂരുകാർ മറക്കാത്ത, നിലമ്പൂരിലെ രാഷ്ട്രീയത്തിൽ മറക്കാൻ പാടില്ലാത്ത ഒരു വ്യക്തിത്വം എന്നോടൊപ്പം ഉണ്ട്. ഡോക്ടർ തോമസ് മാത്യു. താങ്കൾ 96-ലും അതുപോലെ തന്നെ 2011-ലും ഇവിടെ ഈ ആര്യാടൻ മുഹമ്മദിൻ്റെ മണ്ഡലം എന്ന് ഈ മണ്ഡലം അറിയപ്പെടുന്ന കാലത്ത് ഈ UDF-നെ വിറപ്പിച്ചിട്ടുള്ള, എന്ന് പറഞ്ഞാൽ വലിയ തോതിൽ LDF-ന് വേണ്ടി വോട്ട് പിടിച്ചിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. ഇപ്പോൾ എന്താണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം? നിലവിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു ഉപതെരഞ്ഞെടുപ്പിടെ വരുന്നു. അത് ഞാൻ കണ്ണു തുറന്ന് കാണുന്നു. രാഷ്ട്രീയത്തോട് താല്പര്യമുള്ള ആളെന്ന നിലയ്ക്ക് ഞാനത് കണ്ണു തുറന്ന് കണ്ട് ആസ്വദിക്കുന്നു. എങ്ങനെയാണ്? ഇടതുപക്ഷത്തോടൊപ്പം എപ്പോഴും നിൽക്കുന്ന ഒരാളാണ്. CPM സഹയാത്രികനാണ്. അപ്പോൾ ഈ ഒരു അനുകൂലമായ സാഹചര്യം ഉണ്ടോ ഇപ്പോൾ നിലവിൽ സാഹചര്യങ്ങൾ അനുകൂലം? ഇത് ഇടതുപക്ഷത്തിൻ്റെ സീറ്റാണല്ലോ. രാജിവെച്ച് ശ്രീമാൻ അൻവർ പോകുമ്പോൾ ഇത് ഇടതുപക്ഷത്തിൻ്റെ സീറ്റ് തന്നെയാണ്. ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുകൂലമാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. യാതൊരു സംശയവും എനിക്ക് ആ കാര്യത്തിലില്ല. ഇപ്പോൾ 2011-ൽ താങ്കൾ മത്സരിച്ചു. എനിക്ക് തോന്നുന്നു 10,000 താഴെയാണ്, 5,000-ഓളമാണ് ആര്യാടൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2016 താങ്കൾ വരുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ പെട്ടെന്ന് PV അൻവറിന് രാഷ്ട്രീയ പ്രവേശനം വരുന്നു. PV അൻവറിന് വേണ്ടി മാറിക്കൊടുത്തു. അതേ PV അൻവറാണ് ഇപ്പോൾ രാജിവെച്ച് ഒരു ഒഴിവ് വന്നിരിക്കുന്നത്. ഇത് രാഷ്ട്രീയമാണല്ലോ. രാഷ്ട്രീയത്തിൽ പല ഒഴുക്കുകളും സംഭവിക്കുമല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എന്നെ കാണുന്നുള്ളൂ. എനിക്ക് വ്യക്തിപരമായി ഞാൻ അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. PV അൻവർ പോയി എന്നുള്ളത്, PV അൻവർ ഇപ്പോൾ UDF-നൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ അതൊരു വലിയൊരു ഫാക്ടറായിട്ട് ഇടതുപക്ഷത്തിന് തിരിച്ചടി വരാനുള്ള സാധ്യതയുണ്ടോ? ഇടതുപക്ഷത്തിന് അതൊരു തിരിച്ചടിയാകാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. ഇടതുപക്ഷം ചിട്ടയായിട്ട് അച്ചടക്കത്തോടെ ശാസ്ത്രീയമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ അതൊരു വെല്ലുവിളി അല്ല, ഒരിക്കലും അല്ല. 2016-ൽ മാറി നിൽക്കേണ്ടി വന്നൊരു സാഹചര്യത്തെക്കുറിച്ച് എങ്ങനെയാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത്? അന്ന് മാറി നിന്നത് ഇപ്പോൾ PV അൻവർ പോയി. ഇപ്പോൾ അന്ന് മാറി നിന്നത് യഥാർത്ഥത്തിലൊരു രാഷ്ട്രീയമായ ശരിയായിരുന്നു അത്? എൻ്റെ പാർട്ടി എന്നെ പറഞ്ഞ് ബോധ്യമാക്കി. അങ്ങനെയാണ് ഞാൻ ഇപ്പോഴും 16 മുതൽ 25 വരെയും തുടരുന്നത്. കാരണം ഇവിടെ നിലമ്പൂരിൻ്റെ സാഹചര്യത്തിൽ, പ്രത്യേക സാഹചര്യത്തിൽ അത്തരം ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. അത് പാർട്ടിക്ക് ഗുണം ചെയ്യും, ഒരു മണ്ഡലത്തിൽ മാത്രമല്ല മറ്റു പല മണ്ഡലങ്ങളിൽ ഗുണം ചെയ്യും എന്ന് പറഞ്ഞ് എന്നെ ബോധ്യമാക്കിക്കൊണ്ടാണ് ഞാൻ അതിനെ സന്തോഷത്തോടെ സ്വീകരിച്ചതും. അൻവറിനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പരമാവധി പ്രവർത്തിച്ച് വിജയിപ്പിക്കുന്നതിന് വേണ്ടി വിജയത്തിന് ശേഷവും കൂടെ ഉണ്ടായിരുന്നു. പരിപൂർണമായും എൻ്റെ മണ്ഡലത്തിൻ്റെ പുറത്തേക്ക് പോകുന്നവരെ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്ന ആളാണ്. അൻവറിൻ്റെ കൂടെ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. PV അൻവറിന് വേണ്ടി അന്ന് മാറിക്കൊടുത്തു. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോഴേ അതൊരു അങ്ങനെ വേണ്ടിയിരുന്നില്ല. PV അൻവർ കാണിച്ചൊരു ചതിയായിപ്പോയും തോന്നുന്നില്ലേ? താങ്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ അശ്രാന്തം പരിശ്രമിച്ചാണ് അദ്ദേഹത്തെ MLA ആക്കുന്നത്. തീർച്ചയായും അത് തോന്നുന്നുണ്ട്. തികച്ചൊരു അവിവേകം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവിവേകമാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തായിരുന്നു എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. പാടില്ലായിരുന്നു. ഇത്തവണ CPM-ൻ്റെ ഒരു സാധ്യത എത്രത്തോളം ഉണ്ട്? രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിലും ഈ നാട്ടുകാരൻ എന്ന രീതിയിലും. ഈ മണ്ഡലം ഞാൻ കുറച്ചു മുൻപ് സൂചിപ്പിച്ച പോലെ ശ്രദ്ധയോടെ, ഉത്തരവാദിത്തോടെ, ശാസ്ത്രീയമായി ഈ ഇലക്ഷനെ നേരിട്ടാൽ ഈ മണ്ഡലം നിലനിർത്താൻ കഴിയും എന്നെനിക്ക് 100% ഉറപ്പുണ്ട്. എൻ്റെ 2 പ്രാവശ്യം ഞാൻ മുൻപ് മത്സരിച്ചിട്ടുള്ള ആളെന്ന നിലയ്ക്ക് അന്ന് 2 പ്രാവശ്യം എനിക്ക് ഈ മത്സരത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ശ്രദ്ധിക്കാമായിരുന്ന മേഖലകളിൽ പറ്റിയ വീഴ്ചകൾ ഇപ്പോൾ എൻ്റെ മനസ്സിൽ കൃത്യമായി തെളിഞ്ഞു നിൽപ്പുണ്ട്. എങ്ങനെ ഈ മണ്ഡലം നിലനിർത്താൻ കഴിയും, അത് വെച്ചുകൊണ്ട് ഈ മണ്ഡലം നിലനിർത്താൻ കഴിയുന്ന മണ്ഡലമാണെന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. 96-ലും 2014-ലും വലിയൊരു ഉത്തരവാദിത്വമാണ് അന്ന് ഏൽപ്പിച്ചത്. 2016-ലും ആ ഉത്തരവാദിത്വം താങ്കൾ ഏൽപ്പിക്കേണ്ടതായിരുന്നു. ഇത്തവണ അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ ഏറ്റെടുക്കാൻ പൂർണ്ണ മനസ്സോടുകൂടി തയ്യാറാണോ ഇപ്പോൾ? തീർച്ചയായിട്ടും ഞാനിതിനെ വലിയൊരു അങ്ങനെ പാർട്ടിയാണ് തീരുമാനം എടുക്കുന്നത്. ആര് വേണം, സ്വതന്ത്രൻ വേണോ, ചിഹ്നത്തിൽ വേണോ ഒക്കെ പാർട്ടി തീരുമാനിക്കുന്നത്. അത് പാർട്ടിയുടെ കാര്യമാണ്. അങ്ങനെ ഒരു ഉത്തരവാദിത്വം തന്നെ ഏൽപ്പിച്ചാൽ ഞാനത് 100% ഭംഗിയായിട്ട് നിർവഹിക്കും. അതിലൊരു സംശയമില്ല. തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ പേര് എന്ന് പറയുന്നത് ആര്യാടൻ മുഹമ്മദ് ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് നിലമ്പൂരും ആര്യാടൻ മുഹമ്മദിനെയും സമീകരിക്കപ്പെട്ടിരുന്നൊരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ CPM-ന് വേണ്ടി വലിയ വോട്ട് പിടിച്ച, CPM-നെ വേണ്ടി UDF-നെ വിറപ്പിച്ച ഒരു സ്ഥാനാർത്ഥിത്വം തന്നെയായിരുന്നു. ഏതായാലും ഈ പേര് ഈ രാഷ്ട്രീയ കേരളത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ തീർച്ചയായിട്ടും കേരളം ഓർത്തിരിക്കേണ്ട ഒരു പേരാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് വളവണ്ണയ്ക്കൊപ്പം VS രഞ്ജിത്ത്, റിപ്പോർട്ടർ.